മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരമ്പരയുടെ 73-ാം എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ 3-ാം ഞായറാഴ്ച, ശരിയോ ഞായർ എന്ന പേരിലാണ് ഈ ഞായറാഴ്ച അറിയപ്പെടുക. തളർവാദ രോഗിയായ ഒരു വ്യക്തിയെ യേശു തമ്പുരാൻ സുഖപ്പെടുത്തുന്ന സംഭവം. ഈ വേദഭാഗത്തിന് സമാന്തരമായി മത്തായിയും മർക്കോസും ലൂക്കായും വിവരണങ്ങൾ നൽകുന്നു. ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനഭാഗമാണ്. ഇതിൻ്റെ സമാന്തര വിവരണങ്ങളാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനഭാഗവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വചനഭാഗവും. ഇന്നത്തെ ഈ വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗമാണ്. ആ ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനങ്ങളിലേക്കും ചിന്തകളിലേക്കും തിരിയാം. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കുവാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നത്? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. പറയുന്നു. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധമായ വലിയ നോമ്പിൽ പ്രത്യേകമായി യേശു തമ്പുരാൻ പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളിൽ അല്ലെങ്കിൽ അടയാളങ്ങൾ നമ്മുടെ പരിചിന്തനത്തിന് നാം വിഷയമാക്കി വരികയാണ്. 1-ാം ഞായറാഴ്ച കൊത്തീനെ ഞായർ എന്ന പേരിൽ നാം ആചരിച്ചപ്പോൾ നാം കാനായിലെ കല്യാണ വിരുന്നിൽ യേശു തമ്പുരാൻ വെള്ളം വീഞ്ഞാക്കിയ സംഭവം നമ്മുടെ ധ്യാനത്തിനും ചിന്തകൾക്കും വിഷയമാക്കി. 2-ാം ഞായറാഴ്ചയായ കഴിഞ്ഞ ഞായറാഴ്ച ഗർഭോ ഞായർ എന്ന പേരിൽ കുഷ്ഠരോഗിയെ യേശു തമ്പുരാൻ സൗഖ്യമാക്കിയ സംഭവം നാം പരിചിന്തനത്തിന് വിഷയമാക്കി. ഇന്ന് 3-ാം ഞായറാഴ്ച ശരിയോ ഞായർ എന്ന പേരിൽ തളർവാദ രോഗിയായ ഒരു മനുഷ്യന് യേശു തമ്പുരാൻ സൗഖ്യം നൽകുന്ന സംഭവമാണ് നാം വായിച്ചു കേട്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആ വലിയ സംഭവം നമ്മുടെ പരിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കും നമുക്ക് വിഷയമാകാം. യേശു തമ്പുരാന്റെ സുവിശേഷ പ്രഘോഷണ വേദി
സമാന്തര സുവിശേഷകന്മാരുടെ അഭിപ്രായത്തിൽ ഗലീലിയയാണ് അതിന്റെ ആരംഭം. ഗലീലി പ്രദേശത്ത് യേശു തമ്പുരാൻ തന്റെ പ്രേക്ഷിത വേല ആരംഭിക്കുന്നു. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ സമൂഹവുമായി പങ്കിട്ടുകൊണ്ട്, ദൈവരാജ്യം എന്താണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്റെ ശ്രോതാക്കളെ മാനസാന്തരത്തിലൂടെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവരാജ്യത്തിന് ഉതകുന്നതായ കാരുണ്യ പ്രവർത്തനങ്ങൾ, രോഗശാന്തി ആയിക്കൊള്ളട്ടെ, മറ്റത്ഭുതങ്ങളായിക്കൊള്ളട്ടെ, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന സംഭവങ്ങളായിക്കൊള്ളട്ടെ, മനുഷ്യർക്ക് കാരുണ്യം, ദൈവികമായ കാരുണ്യം അനുഭവവേദ്യമാകുന്ന സംഭവങ്ങളിലൂടെ ദൈവത്തിന്റെ മുഖം യേശു അവർക്ക് വരച്ചു കാണിക്കുന്നു. ഇപ്രകാരം വിവിധങ്ങളായ അത്ഭുതങ്ങൾ യേശു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതൊന്നൊന്നായി എടുത്ത് സഭ ഈ നോമ്പുകാലത്ത് ചിന്തിക്കുകയാണ്. വിശ്വാസം എന്നുള്ള വലിയ ഒരു ചിന്തയാണ് ഈ സംഭവങ്ങളിലൂടെ എല്ലാം നാം ചർച്ചയ്ക്കും ചിന്തയ്ക്കും വിഷയമാക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച കുഷ്ഠരോഗിയായ ഒരു മനുഷ്യന് യേശു തമ്പുരാൻ സൗഖ്യം നൽകിയതിനെ കുറിച്ച് നാം ചിന്തിച്ചപ്പോൾ ആ മനുഷ്യൻ വിശ്വാസത്തോടുകൂടി പ്രതികൂലമായ സാഹചര്യങ്ങളെ പിൻചെന്നുകൊണ്ട് യേശുവിന്റെ കാൽക്കൽ വന്ന് സാഷ്ടാംഗം പ്രണമിച്ച്, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറയുന്നതും, ആ വാക്ക് കേട്ടിട്ട് യേശു കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറയുന്നതും നാം കേൾക്കുകയുണ്ടായി. അവിടെ ആ വ്യക്തിയുടെ ആഴമായ വിശ്വാസത്തിന് യേശു കൊടുക്കുന്ന മറുപടിയാണ് തൽക്ഷണം അവൻ ശുദ്ധി ഉള്ളവനായി, അവൻ രോഗം അവന് വിട്ടുപോയി എന്ന് പറയുന്ന ആ കാര്യം. ഇന്നത്തെ വേദഭാഗത്ത് ഇപ്രകാരം ഒരു വ്യക്തിയുടെ വിശ്വാസം ഏറ്റുപറയുന്ന ഒരു വേദിയല്ല എങ്കിലും യേശുവിന്റെ ശക്തിയിലുള്ള, ദൈവികതയിലുള്ള വിശ്വാസത്താൽ 4 പേർ ചേർന്ന് തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ കിടക്കയിലെടുത്ത് യേശുവിന്റെ അടുക്കൽ എത്തിച്ച് യേശുവിൽ നിന്നും സൗഖ്യം സ്വീകരിക്കുക എന്നുള്ള ചിന്തയോടെ വന്നപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു ആ മനുഷ്യനെ സുഖപ്പെടുത്തുന്നതായിട്ടാണ് നാം വായിച്ചു കേട്ടത്. ഗലീലയിലെ യേശുവിന്റെ പ്രേക്ഷിത വേലയുടെ സന്ദർഭത്തിൽ അവിടുന്ന് പലപ്പോഴും കഫർനാമിൽ പ്രത്യേകമായ സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തുകയും അവിടുത്തെ സിനഗോഗിൽ പ്രസംഗിക്കുകയും ആ പ്രദേശത്ത് ദൈവികമായ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. കഫർനൗമിൽ നിന്നുമാണ് കർത്താവിന്റെ ശിഷ്യരായ അന്ത്രയോസും ശിമയോനും വന്നത് എന്നാണ് പറയുക. അതുപോലെ തന്നെ യേശു പലപ്പോഴും പത്രോസിന്റെ ഭവനം സന്ദർശിക്കാറുണ്ടായിരുന്നു. അവിടെ പത്രോസിന്റെ അമ്മായിയമ്മ പനി ബാധിച്ച് സുഖമില്ലാതെ കിടന്നപ്പോൾ അവൾക്ക് സൗഖ്യം നൽകിയതായിട്ട് ഈ സുവിശേഷത്തില്, മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വചനഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. അവിടെ നിന്നും യേശു സിനഗോഗുകളിൽ പ്രസംഗിക്കുവാനായിട്ട് പോയിട്ട് വീണ്ടും തിരിച്ച് കഫർനാമിൽ വരികയാണ്. കഫർനാമിൽ വന്നപ്പോൾ സുവിശേഷകൻ പറയുന്നു, അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. പത്രോസിന്റെ ഭവനത്തിൽ ഉണ്ട് എന്നുള്ള വാർത്തയാണ് അവർക്ക് ലഭ്യമായത് എന്നാണ് നാം മനസ്സിലാക്കുക ഇവിടുത്തെ വിവരണങ്ങളിൽ നിന്ന്. പത്രോസിന്റെ ഭവനം, ശിമിയോന്റെ ഭവനം യേശുവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭവനം പോലെ ആയിരുന്നു. അതുകൊണ്ടാണ് അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു എന്ന് സുവിശേഷകൻ ആമുഖമായി പറയുന്നു. എന്നിട്ട് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു, വാതിൽക്കൽ പോലെ നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടിയിരുന്നു. യേശു പ്രസംഗിക്കുന്ന വചനം കേൾക്കുവാൻ, ദൈവരാജ്യത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ, ദൈവികമായ അനുഭവങ്ങളിലേക്ക് കടന്നു വന്ന് രോഗശാന്തി പ്രാപിക്കുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ അനേകർ യേശുവിന്റെ പക്കൽ വന്നിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. അവിടെ നിൽക്കുവാൻ പോലും കഴിയാത്ത വിധം നിരവധി ആളുകൾ അവിടെ തിങ്ങിക്കൂടിയിരുന്നു. യേശു ആകട്ടെ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്ന യേശുവിന്റെ അടുക്കൽ
ഒരു രോഗിയെ കൊണ്ടുവന്ന് സൗഖ്യം നേടുക എന്നുള്ളത് യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള, കേട്ടിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള വിശ്വാസികളുടെ സമൂഹത്തിന്റെ ഒരു വലിയ ആവശ്യമായി മാറുകയാണ്. തളർവാദ രോഗം പിടിച്ച ഒരു മനുഷ്യൻ, നമുക്കറിയാം തളർവാദ രോഗി എന്ന് പറയുമ്പോൾ സ്വയം ചലനശേഷിയില്ല. അവന് നടന്ന് യേശുവിന്റെ അടുക്കൽ വരുവാൻ പറ്റുകയില്ല. കുഷ്ഠരോഗി പ്രതികൂലമായ സാഹചര്യങ്ങളെ പിൻചെന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വരുന്നുവെങ്കിലും തളർവാദ രോഗിക്ക് മറ്റുള്ളവരുടെ പ്രത്യേകമായ സഹായം കൂടാതെ യേശുവിന്റെ അടുക്കൽ വരുവാൻ പറ്റുകയില്ല. പക്ഷെ ഈ സാഹചര്യത്തിൽ 4 പേർ ചേർന്ന് ഈ തളർവാദ രോഗിയെ കിടക്കയോടെ എടുത്ത് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയാത്ത വിധം ആളുകൾ തിങ്ങിക്കൂടിയ സാഹചര്യത്തില് സുവിശേഷകൻ അവതരിപ്പിക്കുന്നതനുസരിച്ച് യേശു ഇരുന്നിരുന്ന സ്ഥലത്തിന് മുകളിലുള്ള മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ അടുക്കലേക്ക് കിടക്കയോടെ അവനെ, ഈ രോഗിയെ ഇറക്കുകയാണ്. എത്രമാത്രം സാഹസികമായ ഒരു പ്രവർത്തനം! അത്രമാത്രം ഉറച്ച വിശ്വാസം ഉള്ളവര് യേശുവിന്റെ അടുക്കൽ ഈ രോഗി എത്തിയാൽ അവൻ സുഖം പ്രാപിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം. ആ വിശ്വാസത്തിൽ അടിയുറച്ച അതിന്റെ സ്നേഹിതരെ അല്ലെങ്കിൽ ബന്ധുക്കള് 4 പേർ ചേർന്ന് ഈ രോഗിയെ യേശുവിന്റെ അടുക്കലേക്ക് എത്തിക്കുകയാണ്. യേശു ആ തളർവാദ രോഗിയെ കണ്ടിട്ട് അവനോട് പറയുകയാണ്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. രോഗിയായ ഒരു മനുഷ്യനോട് നിന്റെ രോഗം സൗഖ്യപ്പെടുന്നു എന്ന് പറയുന്നതിന് പകരം യേശു പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, യഹൂദ ചിന്തയനുസരിച്ച് കഠിനമായ രോഗങ്ങള് പാപത്തിന്റെ പരിണിത ഫലങ്ങളാണ്. കുഷ്ഠരോഗിയായ മനുഷ്യനോട് യേശു ഇപ്രകാരം പറയുന്നില്ല, നീ ശുദ്ധിയുള്ളവനാകട്ടെ എന്ന് മാത്രമാണ് അവനോട് പറഞ്ഞത്. ആ ശുദ്ധി ശരീരത്തിന്റെ മാത്രം ശുദ്ധിയാകണമെന്നില്ല. ആ ശുദ്ധി ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധിക്കുള്ള ഒരു ആഹ്വാനമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്രകാരം അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന, ആ യഹൂദ കൂട്ടായ്മയിൽ നിലനിന്നിരുന്ന ആ ചിന്തയ്ക്ക് യേശു എതിരായി നിൽക്കാതെ അതിനെ അംഗീകരിച്ചതുകൊണ്ട് തന്നെ ഈ രോഗിയായ മനുഷ്യനോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. യേശു പാപം മോചിക്കുന്നവൻ. ഇത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുവാൻ പറ്റുന്ന ഒന്നല്ല. അവരുടെ ചിന്തയിൽ ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒന്നാണ് ഒരുത്തിന്റെ പാപം ക്ഷമിക്കുക എന്നുള്ളത്. അതുകൊണ്ട് യേശു പറയുന്ന ഈ വാക്കുകള് ദൈവദൂഷണമായി അവർ കണക്കാക്കുകയാണ്. തന്റെ പ്രതിയോഗികൾ ദൈവദൂഷണം, അതുപോലെ തന്നെ രാജ്യദ്രോഹം, ഈ 2 കുറ്റങ്ങളാണ് യേശുവിന്റെ മേൽ പിന്നീട് ചുമത്തുന്നത്. യേശുവിന്റെ കുരിശുമരണത്തിന്റെ സമയത്ത് അവിടുത്തെ വിചാരണ ചെയ്യുമ്പോൾ തന്റെ പ്രതിയോഗികൾ ഉയർത്തി കാണിക്കുന്ന 2 ആരോപണങ്ങളിൽ ഒന്ന് അവൻ ദൈവദൂഷണം പറഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തേതാകട്ടെ അവൻ രാജ്യദ്രോഹ കുറ്റം ചെയ്തു. എന്താണ് ഈ രാജ്യദ്രോഹ കുറ്റം? അവൻ രാജാവാണെന്ന് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞു. അതാണ് രാജ്യദ്രോഹം. ഒരു രാജാവേ ഉള്ളൂ, അതിനെതിരായ മറ്റൊരു രാജാവ്. അപ്രകാരം യേശു പറഞ്ഞു എന്നുള്ളതാണ്. നീ രാജാവാണെന്ന് പറഞ്ഞോ എന്നാണ് പിലാത്തോസ് അവനോട് ചോദിക്കുന്നത്. അത് രാജ്യദ്രോഹ കുറ്റമായിട്ട് എടുത്തു. മറ്റൊരു കുറ്റം അവൻ ദൈവദൂഷണം പറഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്, ദൈവത്തിന്റെ അധികാരങ്ങളിൽ കൈകടത്തരുത് എന്നൊക്കെയുള്ളത് അന്നത്തെ യഹൂദരുടെ ചിന്തയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവൻ ദൈവദൂഷണം പറയുന്നത്. ഞാനും പിതാവും ഒന്നാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ് എന്നൊക്കെയുള്ള യേശുവിന്റെ പ്രബോധനങ്ങള്, അല്ലെങ്കിൽ നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഇന്നത്തെ വേദഭാഗത്ത് കാണുന്ന ആ യേശുവിന്റെ വചസ്സുകള് ഒക്കെ ദൈവദൂഷണത്തിന്റെ വലിയ പര്യായങ്ങളായി അവർ കണക്കാക്കി. അതുകൊണ്ടാണ് അവിടെ കൂടിയിരുന്ന നിയമജരിൽ ചിലർ ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം പറയുന്നത്? ഇവൻ ദൈവദൂഷണമല്ലേ പറയുന്നത് എന്ന് അവർ ചിന്തിച്ചു എന്നാണ് സുവിശേഷൻ പറയുക. അവരുടെ ചിന്ത പോലും മനസ്സിലാക്കുന്ന യേശു അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? മനുഷ്യർ ചിന്തിക്കുന്നത് മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു ദൈവം. മനുഷ്യന്റെ പാപം എന്ന് പറയുന്നത് 3 രീതിയിലാണ് മനുഷ്യനെ സമീപിക്കുക. ചിന്ത കൊണ്ടുള്ള പാപം, അതുപോലെ തന്നെ വാക്കുകൊണ്ടുണ്ടാകുന്ന പാപം, 3 പ്രവൃത്തിയാൽ ഉണ്ടാകുന്ന പാപം. തോട്ട്,
വേർഡ്സ് ആൻഡ് ഡീഡ്സ്. അതാണ് 3 കാര്യങ്ങൾ. മനുഷ്യന്റെ ചിന്ത, ആ ചിന്തയിൽ നിന്ന് വരുന്ന മനുഷ്യന്റെ വാക്കുകൾ, ഇത് രണ്ടും ചേർന്ന് വരുന്ന മനുഷ്യന്റെ പ്രവൃത്തി. ഇവിടെയാണ് തിന്മ കലരുവാൻ സാധ്യത. അതുകൊണ്ട് ചിന്തകളെ മനസ്സിലാക്കുവാനുള്ള ദൈവികമായ ശക്തി ഉപയോഗിച്ച് യേശു തമ്പുരാൻ ആ ദൈവത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? മനുഷ്യരുടെ ചിന്തകൾ ഒപ്പിയെടുക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി. നമ്മുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കുന്നവനാണ് ദൈവം, സർവശക്തനായ ദൈവം. നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റും കുറ്റവും എല്ലാം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ച വൈമുഖങ്ങൾ അണിഞ്ഞ് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും നമ്മുടെ ജീവിത ശൈലിയെ, ജീവിത ചിന്തകളെ മറച്ചു വയ്ക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഞാനും എൻ്റെ ദൈവവും മാത്രം മനസ്സിലാക്കുന്ന ഒരു ഉള്ളെനിക്കുണ്ട്. ആ ഉള്ള് കാണുവാൻ ശക്തിയുള്ളവൻ ദൈവം മാത്രമാണ്. ഇപ്രകാരം ദൈവപുത്രനായ മിശിഹ അവിടെ ചിന്തിക്കുന്നവർ നിയമജ്ഞരുടെ മനസ്സിൽ കയറി ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ദൈവത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ സഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒരു ലക്ഷണം ദൈവം സർവജ്ഞാനിയാണ് എന്നുള്ളതാണ്. ഗോഡ് ഈസ് ഒംനിഷ്യന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ദൈവം സർവജ്ഞാനിയാണ്, എല്ലാം അറിയുന്നവനാണ്. യേശുവിന്റെ അടുക്കിലേക്ക് വന്ന അപ്പസ്തോലന്മാരുടെ മനസ്സിലിരിക്കുന്ന കാര്യം പോലും യേശു മനസ്സിലാക്കുന്നുണ്ട് പലപ്പോഴും. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നതാണോ, അതോ നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നിന്റെ വീട്ടിലേക്ക് നടക്കുക എന്ന് പറയുന്നതാണോ? തീർച്ചയായും ഈ സാഹചര്യത്തിൽ എളുപ്പമായ ഒരു കാര്യം നീ കിടക്കയും എടുത്ത് പോവുക എന്ന് പറയുന്നതാണ്. കാരണം മനുഷ്യന്റെ പാപങ്ങൾ മനസ്സിലാക്കി അത് ക്ഷമിക്കുവാനുള്ള ദൈവികമായ അധികാരം ഉപയോഗിച്ച് അത് പറയുന്നത് അന്നത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ദൈവപുത്രനായ മിശിഹായ്ക്ക് പാപം മോചിക്കുവാനുള്ള കഴിവ് പിതാവിൽ നിന്ന് ലഭ്യമായി എന്നുള്ളത് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും അവർക്ക് അത് ബോധ്യം വരുവാനായിട്ട് യേശു അത് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ അവരോട് ചോദിക്കുകയാണ്, ഏതാണ് എളുപ്പം? എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്നതിന് മുമ്പായി യേശു പറയുകയാണ്, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, അവിടെ നിൽക്കുന്ന പ്രതിയോഗികളും മറ്റുള്ളവരും അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറയുകയാണ്, എഴുന്നേറ്റ് കിടക്കയും എടുത്തിന്റെ വീട്ടിലേക്ക് പോവുക. കാരണം പാപിയായ മനുഷ്യർക്ക് ആണ് തളർവാദ രോഗം പോലുള്ള മാരക രോഗങ്ങൾ വരിക. അവൻ എഴുന്നേറ്റ് നടക്കുവാൻ ശക്തിയുണ്ടെങ്കിൽ അവന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവൻ പാപം മോചിക്കപ്പെട്ടവനാണെങ്കിൽ മാത്രമേ അവന് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് യേശു അവനോട് പറയുകയാണ്, നീ നിന്റെ കിടക്കയും എടുത്ത് നിന്റെ വീട്ടിലേക്ക് പോവുക. അതിന്റെ അർത്ഥം അവന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അതിനു മുമ്പുള്ള വാക്യത്തിൽ സുവിശേഷകൻ പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന് പാപം ക്ഷമിക്കുവാൻ അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് ആ രോഗിയോട് അവൻ പറഞ്ഞു എന്ന്. ഇവിടെ നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഒരു മനുഷ്യപുത്രൻ മേഘങ്ങളിൽ സിംഹാസനത്തിൽ ആരൂഢനായി കടന്നു വരുന്നതിനെ കുറിച്ച് ദർശനം ലഭിച്ചു പറയുന്നുണ്ട്. ആ ദർശനം വിധിയാളനായി വരുന്ന യേശുവിന്റെ പ്രതീകമാണെന്നാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുക. ദാനിയേലിനുണ്ടാവുന്ന ദർശനം വിധിയാളനായി വരുന്ന യേശുവിനെ മനുഷ്യപുത്രനായി അവതരിപ്പിക്കുവാൻ പറ്റുന്ന ഒരു ദർശനമാണ്. അതുകൊണ്ടാണ് സമാന്തര സുവിശേഷങ്ങളിൽ യേശു എപ്പോഴും ആഗ്രഹിക്കുന്ന തൻ്റെ ഒരു നാമം മനുഷ്യപുത്രൻ എന്നുള്ളതാണ്. ദൈവപുത്രൻ എന്ന് മറഞ്ഞുകൊണ്ട് മാത്രം ദൈവികമായ ഭാവം മാത്രം കാത്തു സൂക്ഷിക്കുന്ന ഒരു ക്രിസ്തുവല്ല, യേശുവല്ല. മനുഷ്യനായി പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്ന അവിടുന്ന് മനുഷ്യപുത്രൻ എന്നുള്ള ആ വിളിക്ക് എപ്പോഴും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ ആ മനുഷ്യപുത്രന് ദൈവികമായ അധികാരങ്ങൾ കൊടുക്കുന്ന ദൈവത്തിന്റെ ഏകജാതൻ, ആ അതേ അധികാരം യേശു തമ്പുരാൻ തന്റെ ശിഷ്യർക്ക് പിന്നീട് കൊടുക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം തിരുവചനത്തില് ഉദ്ധിതനായ യേശു അപ്പസ്തോലന്മാരെ വിളിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരെ വിളിച്ച് അവരുടെ ശിരസിൽ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും, അല്ലെങ്കിൽ ക്ഷമിക്കുന്നുവോ ക്ഷമിക്കപ്പെടും,
നിങ്ങൾ ആരുടെ പാപം ബന്ധിക്കുന്നുവോ ആ ബന്ധിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവികമായ പാപമോചനത്തിലുള്ള അധികാരം കൈമാറുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈ ലോകത്തില് പിതാവിൽ നിന്നും ലഭ്യമായ യേശുവിന്റെ അധികാരം പങ്കിടുന്ന യേശു ഇന്ന് സഭയില് പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ യേശു ക്രിസ്തുവുമായി പങ്കിടുന്ന ഒരു വലിയ അധികാരവും ഒരു ശുശ്രൂഷയുമാണ് പാപമോചനത്തിന്റെ ശുശ്രൂഷ. അതാണ് സഭയിൽ കുമ്പസാരം എന്ന കൂദാശ. ഇന്ന് സഭയിൽ കുമ്പസാരം എന്ന കൂദാശയ്ക്ക് പ്രസക്തിയില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നീ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ സ്വർഗത്തിലും ക്ഷമിക്കപ്പെട്ടിരിക്കും. നീ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കും. ദൈവം മനുഷ്യനുമായി പങ്കിടുന്ന മനോഹരമായ ദൈവികമായ അധികാരവും ശുശ്രൂഷയും. ഇത് കേവലം ഒരു അധികാരമല്ല, ഒരു ശുശ്രൂഷയാണ്. പാപത്തിൽ ആയിരിക്കുന്ന മനുഷ്യന് കിട്ടേണ്ട വിടുതലാണത്. യേശുക്രിസ്തു ഇവിടെ പാപിയായ തളർവാദ രോഗിയോട് ഈ വിടുതലിന്റെ സന്ദേശം കൊടുക്കുകയാണ്. എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക. സുവിശേഷൻ എഴുതുന്നു, തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണെ പുറത്തേക്ക് പോയി. 2-3 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ബൈബിളിൽ തൽക്ഷണം എന്നുള്ള പ്രയോഗം, പെട്ടെന്ന് എന്നുള്ള പ്രയോഗം പല സ്ഥലങ്ങളിലായി നാം കാണുന്നുണ്ട്. ദൈവികമായ പ്രവർത്തനങ്ങൾക്ക് കാലതാമസമില്ല. ദൈവം പലതും പ്രവർത്തിക്കുന്നത് ആവശ്യമനുസരിച്ച് തൽക്ഷണമാണ്. ഈ തളർവാദ രോഗിക്ക് ഉടനെ തന്നെ സൗഖ്യം ലഭ്യമാകണം. അവൻ തൽക്ഷണം എഴുന്നേറ്റു, തന്റെ കിടക്കയെടുത്തു, എല്ലാവരും കാണെ അവൻ പുറത്തേക്ക് പോയി എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു, വിസ്മയിച്ചു. അവർ പറഞ്ഞു, ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല, ഇപ്രകാരമുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശുവിനെ അല്ല അവർ സ്തുതിച്ചത്, ഈ അധികാരം പങ്കിട്ട പിതാവ് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, പാവാവസ്ഥയെ ചിത്രീകരിക്കുന്ന ഒരു അവന്റെ അവസ്ഥയാണ് അവന്റെ കിടക്ക. ഒരു രോഗിയായ തളർവാദ രോഗിയായ മനുഷ്യന് അവൻ കിടന്നിരുന്ന അവന്റെ ശക്തി ബലഹീനതയിൽ അവൻ വസിച്ചിരുന്ന ഒരു സാധ്യതയാണ് അവന്റെ കിടക്ക. ആ കിടക്ക അവൻ എടുക്കണം. ആ കിടക്കയിൽ അവൻ തുടർന്ന് കിടക്കുവാൻ പാടില്ല. അവൻ എടുത്തുകൊണ്ട് അവൻ അത് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അവൻ എടുത്തുകൊണ്ട് അവൻ അവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് മടങ്ങണം. ഇപ്രകാരം സൗഖ്യം പ്രാപിക്കുന്നവർക്ക് പാപ സാഹചര്യങ്ങളെ അന്യമാക്കേണ്ടതായിട്ടുണ്ട്. നാം പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുമ്പോൾ പാപത്തിന്റെ സാഹചര്യങ്ങൾ നാം വിട്ടുമാറണം. അത് ഈ തളർവാദ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കിടക്കയിൽ അവൻ തുടരുവാൻ പാടില്ല. അവന്റെ കിടക്കയെടുത്തുകൊണ്ട് അവൻ നടന്ന ശക്തിയോടെ തിരിച്ചു ഭവനത്തിലേക്ക് പോകണം. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അവിടെ വിശ്വാസം എന്നുള്ളത് ഇവിടെ നമ്മൾ കാണുകയാണ്. യേശു ഇപ്രകാരം ഒരു അടയാളം പ്രവർത്തിക്കുവാൻ, ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ ഒരുമ്പെട്ടത് വിശ്വാസത്തിന് കൊടുക്കുന്ന ഒരു പ്രതിഫലമായിട്ടാണ്. സുവിശേഷകൻ പറയുന്നുണ്ടല്ലോ, അവരുടെ വിശ്വാസം കണ്ടിട്ട്, കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ ഈ രോഗിയോട് അവന് സൗഖ്യം നൽകുകയാണ്. അവന്റെ വിശ്വാസം കണ്ടിട്ട് അവന് സൗഖ്യം നൽകിയ അനുഭവം കുഷ്ഠരോഗിയുടെ കാര്യത്തിലുണ്ട്. എങ്കിൽ ഈ തളർവാദ രോഗിയുടെ കാര്യത്തിൽ സമൂഹത്തിന്റെ മറ്റുള്ളവരുടെ വിശ്വാസം കണ്ടിട്ട് ദൈവികമായ അനുഭവത്തിലേക്ക് ഈ രോഗിയായ ബലഹീനനായ മനുഷ്യനെ യേശു നയിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കും ഒരു സമൂഹത്തിന്റെ വലിയ അനുഭവത്തിന് സാക്ഷികളായി മാറുവാൻ നമ്മുടെ വിശ്വാസം കൊണ്ട് സാധിക്കും. നാം വിശ്വാസികളാണെങ്കിൽ സമൂഹത്തിന്റെ വിശ്വാസത്തെ പരിഗണിച്ചുകൊണ്ട് ആ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന ദൈവത്തെ, യേശുവിനെ ഈ വേദഭാഗത്ത് നാം കണ്ടെത്തുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പാപികളായ മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനായിട്ട് നമ്മുടെ വിശ്വാസം വഴി അവരെ പാപമോചനത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കണം. ഇതാണ് ഈ സുവിശേഷ ഭാഗം നമുക്ക് തരുന്ന ഒരു സന്ദേശം. അതുപോലെ തന്നെ ആത്മാവിന് തളർവാദ രോഗം ബാധിച്ചവരായിരിക്കാം നാം. നമ്മുടെ ശരീരത്തിന് തളർവാദ രോഗം കാണുകയില്ല. നമ്മുടെ ആത്മാവിന് ബാധിക്കാവുന്ന പാപമാകുന്ന തളർവാദ രോഗം, പാപമോചനം ലഭിക്കുക എന്നുള്ള ഉദാശ വഴിയായിട്ട് അതുവഴി മോചിതരാകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കർത്താവിന്റെ വചനങ്ങൾ കൊണ്ട് നീ നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ തിരുവചനം പാപമോചന ഉദാശയിലൂടെ കേൾക്കുന്നതിന്, ആത്മാവിനും ശരീരത്തിനും ശുദ്ധി ലഭിക്കുന്നതിന്, അങ്ങനെ ബലമുള്ളവരായി മാറുന്നതിന് നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ഈ വേദഭാഗം ഈ രീതിയിലെല്ലാം
നമ്മുടെ ചിന്തയ്ക്കും വിശ്വാസ സമൂഹത്തിന്റെ വലിയ ചിന്തയ്ക്കും ബലത്തിനും നിദാനമാണ്. ഈ ശറിയോ ഞായറാഴ്ചയായ ഇന്ന് തളർവാദ രോഗി യേശു സുഖമാക്കുന്ന ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിന്റെ ഈ വലിയ ദൈവികമായ ശക്തിക്ക് മുമ്പിൽ നമ്മെ ശിരസ്സുകൾ നമിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് കർത്താവിൽ നിന്നും ബലം ചോദിച്ചു വാങ്ങാം. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള തിരുവചനം കേൾക്കുവാൻ നമുക്ക് യോഗ്യരാകാം. അതുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം മൂലം മറ്റുള്ളവർക്ക് കരുണ, ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുവാൻ നമുക്ക് അവരെ യേശുവിലേക്ക് കൊണ്ടുവരുന്നവരായി മാറാം. അങ്ങനെ അവർക്കും നമുക്കും സൗഖ്യം ലഭിച്ചുകൊണ്ട് ക്രിസ്തീയമായ വിശ്വാസത്തിന്റെ പാതയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി നമുക്ക് മാറാം. ഇതിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഈ ഞായറാഴ്ച ധന്യമാണ്. നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് കർത്താവിന്റെ വലിയ ഈ ദൈവികമായ ശുശ്രൂഷയ്ക്ക് മുമ്പിൽ അതിന് വിധേയമാകുവാൻ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച നമുക്ക് ആചരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.